ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് 2024 സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ 10th പ്രിലിംസ് സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് 100 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു എക്സാം ആണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഫസ്റ്റ് സ്റ്റേജ് എക്സാം ഡിസംബർ 28-ാം തീയതിയാണ്. ഡേറ്റുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇനി അധിക ദിവസമൊന്നും നമ്മുടെ മുന്നിലില്ല. പഠിച്ച് ഒരുവിധം നമ്മൾ സിലബസ് കവർ ചെയ്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിലബസിലെ എല്ലാ പോർഷൻസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ്സുകൾ കാണാനും 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. സിൻസിയർ ആയിട്ട് തന്നെ നിങ്ങൾ അതിൽ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് സ്വയം വിലയിരുത്തുക. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് ഇടാവുന്നതാണ്. ഓക്കെ, അപ്പം വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എക്സാംസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 1521, 1821, 1695, 1697. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ഓപ്ഷൻ ഡി 1697. രണ്ടാമത്തെ ചോദ്യം: ഉപ്പ് സത്യാഗ്രഹത്തിന് പാലക്കാട് നേതൃത്വം നൽകിയത് ആരാണ്? ഉപ്പ് സത്യാഗ്രഹത്തിന് പാലക്കാട് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ കേളപ്പൻ, ഓപ്ഷൻ ബി KP കേശവമേനോൻ, ഓപ്ഷൻ സി TR കൃഷ്ണസ്വാമി അയ്യർ, ഓപ്ഷൻ ഡി മൊയ്യാരത്ത് ശങ്കരൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്. TR കൃഷ്ണസ്വാമി അയ്യറാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് പാലക്കാട് നേതൃത്വം നൽകിയത്. മൂന്നാമത്തെ ചോദ്യം: വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻസ് താനൂർ, തിരൂർ, തൃശൂർ, ഫറോക്ക്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. തിരൂരാണ് ശരിയായ ഉത്തരം. അടുത്തത് നാലാമത്തെ ചോദ്യം: ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ഉത്രം തിരുനാൾ. ഉത്തരം ഓപ്ഷൻ എ ഉത്രം തിരുനാൾ. അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ്: ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം. ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം. ഉത്തരം ഓപ്ഷൻ സി 13,176. അടുത്തത് ആറാമത്തെ ചോദ്യമാണ്: കുറിച്യ കലാപം അടിച്ചമർത്തിയ വർഷം. കുറിച്യ കലാപം അടിച്ചമർത്തിയ വർഷം. ഉത്തരം ഓപ്ഷൻ ഡി 1812. ഉത്തരം ഓപ്ഷൻ ഡി 1812. ഏഴാമത്തെ ചോദ്യം: ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലം. ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലം. ഉത്തരം ഓപ്ഷൻ ബി കണ്ണമ്മൂല. ഉത്തരം ഓപ്ഷൻ ബി കണ്ണമ്മൂല. എട്ടാമത്തെ ചോദ്യം: പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ. പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ. ഉത്തരം ഓപ്ഷൻ ബി കൈതേരി അമ്പു നായർ. കൈതേരി അമ്പു നായർ. ഒമ്പതാമത്തെ ചോദ്യം: ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്ത് വേണാട് രാജാവ്. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്ത് വേണാട് രാജാവ്. ഉത്തരം ഓപ്ഷൻ സി ഉമയമ്മ റാണി. ഉത്തരം ഓപ്ഷൻ സി ഉമയമ്മ റാണി. അടുത്തത് പത്താമത്തെ ചോദ്യമാണ്. കൊടങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊടങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി അട്ടപ്പാടി. ഉത്തരം ഓപ്ഷൻ ബി അട്ടപ്പാടി. 11ാമത്തെ ചോദ്യം: കയ്യൂർ സമരത്തെ തുടർന്ന് ലാത്തിചാർജിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ. കയ്യൂർ സമരത്തെ തുടർന്ന് ലാത്തിചാർജിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ. ഉത്തരം ഓപ്ഷൻ ബി സുബ്ബരായർ. ഉത്തരം ഓപ്ഷൻ ബി സുബ്ബരായൻ.
12ാമത്തെ ചോദ്യം, ഒരു അന്താരാഷ്ട്ര ഏകദിന മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച കേരളത്തിലെ ആദ്യ ജില്ല. ഒരു അന്താരാഷ്ട്ര ഏകദിന മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച കേരളത്തിലെ ആദ്യ ജില്ല. ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഓപ്ഷൻ ഡി തിരുവനന്തപുരം. 13ാമത്തെ ചോദ്യം, പ്രഥമ കേരളീയ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം. പ്രഥമ കേരളീയ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം. ഉത്തരം ഓപ്ഷൻ എ നീരജ് എന്ന മുയൽ. ഓക്കെ. അടുത്തത് 14ാമത്തെ ചോദ്യം, ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം. ഉത്തരം ഓപ്ഷൻ ബി ചന്ദ്രഗിരി സ്റ്റേഡിയം. ഉത്തരം ഓപ്ഷൻ ബി ചന്ദ്രഗിരി സ്റ്റേഡിയം. ഗായത്രി പുഴ ഏതു നദിയുടെ പോഷക നദിയാണ്? ഗായത്രി പുഴ ഏതു നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഓപ്ഷൻ ബി ഭാരതപ്പുഴ. ഉത്തരം ഓപ്ഷൻ ബി ഭാരതപ്പുഴ. 16ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൂന്നാറിൽ സംഗമിക്കുന്ന നദികളിൽ പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൂന്നാറിൽ സംഗമിക്കുന്ന നദികളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി കരിമ്പുഴ. ഉത്തരം ഓപ്ഷൻ സി കരിമ്പുഴ. 17ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടത്തിയ വന്യജീവി സങ്കേതം. ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടത്തിയ വന്യജീവി സങ്കേതം. ഉത്തരം ഓപ്ഷൻ ഡി ചെന്തുരുണി. ഉത്തരം ഓപ്ഷൻ ഡി ചെന്തുരുണി. അടുത്തത് 18ാമത്തെ ചോദ്യമാണ്, നിശ്ചിത ആകൃതിയുണ്ട് ദ്രവ്യത്തിന് ശ്രദ്ധിക്കുക, നിശ്ചിത ആകൃതിയുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ഭാരമുണ്ട്. ദ്രവ്യത്തിന്റെ ഏതവസ്ഥയുടെ പ്രത്യേകതകളാണ് ഇവയെല്ലാം? 18ാമത്തെ ചോദ്യമാണ്, നിശ്ചിത ആകൃതിയുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ഭാരമുണ്ട്. ദ്രവ്യത്തിന്റെ ഏതവസ്ഥയുടെ പ്രത്യേകതകളാണ് ഇവയെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ഖരം. ഉത്തരം ഓപ്ഷൻ ബി ഖരം. 19ാമത്തെ ചോദ്യം, പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി ക്വാർക്ക്. ഉത്തരം ഓപ്ഷൻ ബി ക്വാർക്ക്. 20ാമത്തെ ചോദ്യം, പിണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ജലത്തിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം. പിണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ജലത്തിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം. ഉത്തരം ഓപ്ഷൻ ബി 1:8. 1:8 ആണ് ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം. 21ാമത്തെ ചോദ്യം, പദാർത്ഥത്തിന്റെ ആറാമത്തെ അവസ്ഥ. പദാർത്ഥത്തിന്റെ ആറാമത്തെ അവസ്ഥ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഉത്തരം ഓപ്ഷൻ സി ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 22ാമത്തെ ചോദ്യം, പ്ലം പുഡിംഗ് മാതൃക ആവിഷ്കരിച്ചത്. പ്ലം പുഡിംഗ് മാതൃക ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ജെ തോംസൺ. ഉത്തരം ഓപ്ഷൻ സി ജെ തോംസൺ. 23ാമത്തെ ചോദ്യം, ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓപ്ഷൻ എ ഓസ്റ്റ് വാൾഡ്. 24ാമത്തെ ചോദ്യം, ആറ്റത്തിന്റെ വലിപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ്? ആറ്റത്തിന്റെ വലിപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 10⁵. 25ാമത്തെ ചോദ്യം, ഒരു വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏതാണ്? ഒരു വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി അവഗ്യാഡോ നിയമം. ഉത്തരം ഓപ്ഷൻ സി അവഗ്യാഡോ നിയമം. അടുത്തത് 26ാമത്തെ ചോദ്യം, ഒരു വാതക പിണ്ഡത്തിന്റെ ഒരു പ്രത്യേക ബിന്ദുവിൽ പ്രയോഗിക്കുന്ന മർദ്ദം അതിന്റെ എല്ലാ ഭാഗങ്ങളിലും തുല്യമായിരിക്കും. ഏതു വാതക നിയമം? ഒരു വാതക പിണ്ഡത്തിന്റെ ഒരു പ്രത്യേക ബിന്ദുവിൽ പ്രയോഗിക്കുന്ന മർദ്ദം അതിന്റെ എല്ലാ ഭാഗങ്ങളിലും തുല്യമായിരിക്കും. ഏതു വാതക നിയമം? ഉത്തരം ഓപ്ഷൻ ഡി പാസ്കൽ നിയമം. ഉത്തരം ഓപ്ഷൻ ഡി പാസ്കൽ നിയമം. 27ാമത്തെ ചോദ്യം, ആറ്റത്തിന്റെ സബ് ഷെല്ലുകളാകാൻ സാധ്യതയില്ലാത്തത് ഏത്? ആറ്റത്തിന്റെ സബ് ഷെല്ലുകളാകാൻ സാധ്യതയില്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 3F. ഉത്തരം ഓപ്ഷൻ ഡി 3F. 28ാമത്തെ ചോദ്യം, ഹൈഡ്രജൻ എന്ന മൂലകത്തിന്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ എന്ന മൂലകത്തിന്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ഡ്യൂട്ടീരിയം. ഓപ്ഷൻ ബി ഡ്യൂട്ടീരിയം. 29ാമത്തെ ചോദ്യം, മാസ് നമ്പറിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം.
മാസ് നമ്പറിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം ആൽഫബറ്റ് എ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഇനി 30ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പ് ഉള്ള മൂലകം. ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പ് ഉള്ള മൂലകം ഓപ്ഷൻ എ ടിൻ. ഓപ്ഷൻ എ ടിൻ ആണ് ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പ് ഉള്ള മൂലകം. 31ാമത്തെ ചോദ്യം, വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം. ഉത്തരം ഓപ്ഷൻ എ ഹൈഡ്രജൻ. ഓപ്ഷൻ എ ഹൈഡ്രജൻ. അടുത്തത് 32ാമത്തെ ചോദ്യം, ഹരിതഗ്രഹ വാതകങ്ങളിൽ പെടാത്ത വാതകം ഏത്? ഹരിതഗ്രഹ വാതകങ്ങളിൽ പെടാത്ത വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഹൈഡ്രജൻ. ഉത്തരം ഓപ്ഷൻ സി ഹൈഡ്രജൻ. 33ാമത്തെ ചോദ്യം, ഓസോണിൽ ഓക്സിജൻ ആറ്റം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് അവസ്ഥയിലാണ്? ഓസോണിൽ ഓക്സിജൻ ആറ്റം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് അവസ്ഥയിലാണ്? ഉത്തരം ഓപ്ഷൻ എ +1. ഉത്തരം ഓപ്ഷൻ എ +1. 34ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓപ്ഷൻ എ ഓക്സിജൻ. 35ാമത്തെ ചോദ്യം, അലസവാതകങ്ങൾ കണ്ടെത്തിയത്. അലസവാതകങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി വില്യം റാംസെ. ഉത്തരം ഓപ്ഷൻ ബി വില്യം റാംസെ. 36ാമത്തെ ചോദ്യം, ആവർത്തന പട്ടികയുടെ 4ാമത്തെ പീരീഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം. ആവർത്തന പട്ടികയുടെ 4ാമത്തെ പീരീഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം. ഉത്തരം ഓപ്ഷൻ സി 18. ഓപ്ഷൻ സി 18. 37ാമത്തെ ചോദ്യം, ഏതൊക്കെ തരത്തിലുള്ള രാസവസ്തുക്കൾ ചേർന്നതാണ് എസ്റ്ററുകൾ? ഏതൊക്കെ തരത്തിലുള്ള രാസവസ്തുക്കൾ ചേർന്നതാണ് എസ്റ്ററുകൾ? ഉത്തരം ഓപ്ഷൻ ബി ആസിഡ് ആൽക്കഹോൾ. ആസിഡ് ആൽക്കഹോൾ. അടുത്തത് 38ാമത്തെ ചോദ്യം, മുല്ലപ്പൂവിന്റെ ഗന്ധം നൽകുന്ന എസ്റ്റർ. മുല്ലപ്പൂവിന്റെ ഗന്ധം നൽകുന്ന എസ്റ്റർ ഏതാണ്? ഓപ്ഷൻ ബി ബെൻസൈൽ അസറ്റേറ്റ്. ബെൻസൈൽ അസറ്റേറ്റ്. 39ാമത്തെ ചോദ്യം, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓപ്ഷൻ ബി മാലിക് ആസിഡ്. ഓപ്ഷൻ ബി മാലിക് ആസിഡ്. 40ാമത്തെ ചോദ്യം, എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന മൂലകം. എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന മൂലകം. ഉത്തരം ഓപ്ഷൻ എ ഹൈഡ്രജൻ. ഓപ്ഷൻ എ ഹൈഡ്രജൻ. 41ാമത്തെ ചോദ്യം, പ്രകൃതിദത്തമായ സ്വാഭാവിക റബ്ബർ. പ്രകൃതിദത്തമായ സ്വാഭാവിക റബ്ബർ. ഉത്തരം ഓപ്ഷൻ എ ഐസോപ്രീൻ. ഉത്തരം ഓപ്ഷൻ എ ഐസോപ്രീൻ. 42ാമത്തെ ചോദ്യം, ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചുവപ്പ് നിറം ലഭിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചുവപ്പ് നിറം ലഭിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ഉത്തരം ഓപ്ഷൻ ബി എറിത്രോസിൻ. ഓപ്ഷൻ ബി എറിത്രോസിൻ. 43ാമത്തെ ചോദ്യം, ജലത്തിന്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ്. 44ാമത്തെ ചോദ്യം, ജലം ഒരു സംയുക്തമാണെന്ന് ആദ്യമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ. ജലം ഒരു സംയുക്തമാണെന്ന് ആദ്യമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ. ഉത്തരം ഓപ്ഷൻ സി ഹെൻറി കാവൻഡിഷ്. ഉത്തരം ഓപ്ഷൻ സി ഹെൻറി കാവൻഡിഷ്. 45ാമത്തെ ചോദ്യം, സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ഉത്തരം ഓപ്ഷൻ സി ഡിസ്ഇൻഫെക്ട്സ്. ഓക്കെ. അടുത്തത് 46ാമത്തെ ചോദ്യം, ശരീര താപനില കുറയ്ക്കാൻ സഹായിക്കുന്നത്. ഉത്തരം ആന്റിപൈററ്റിക്സ്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ. സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ സ്വേദ്വനം. ഓപ്ഷൻ എ സ്വേദ്വനം. അടുത്തത് 48ാമത്തെ ചോദ്യം, ടിന്ന്, ലെഡ് എന്നിവ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതി. ടിന്ന്, ലെഡ് എന്നിവ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഉരുക്കി വേർതിരിക്കൽ. ഓപ്ഷൻ സി ഉരുക്കി വേർതിരിക്കൽ. 49ാമത്തെ ചോദ്യം, വെള്ളമൊഴിക്കാൻ ഉപയോഗിക്കുന്ന ഹോസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബർ. ഉത്തരം ഓപ്ഷൻ ബി തയോക്കോൾ. പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥം. പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥം. ഉത്തരം ക്ലോറോഫോം. ഓപ്ഷൻ സി ക്ലോറോഫോം. മെർക്കുറിയുടെ അയിര്. മെർക്കുറിയുടെ അയിര്. ഓപ്ഷൻ സി സിന്നബാർ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം. ഓപ്ഷൻ സി നൈലോൺ. 53ാമത്തെ ചോദ്യം, കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന നൂൽത്തരം. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന നൂൽത്തരം. ഓപ്ഷൻ ബി റയോൺ. ഓപ്ഷൻ ബി റയോൺ. 54ാമത്തെ ചോദ്യം, ആറ്റത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ്. ഓപ്ഷൻ ബി AMU. AMU.
55-ാമത്തെ ചോദ്യം, ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഒരു ഓർബിറ്റിൽ അഥവാ ഷെല്ലിൽ ഉൾപ്പെടാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഉത്തരം 2n². 2n². ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓക്സിജൻ കണ്ടെത്തിയ വർഷം. ഓക്സിജൻ കണ്ടെത്തിയ വർഷം 1774. ഓപ്ഷൻ എ 1774. 57-ാമത്തെ ചോദ്യം, ഓക്സിജൻ എന്ന പേര് നൽകിയത് ആരാണ്? ഓപ്ഷൻ ബി ലാവോസിയ. ഓക്സിജൻ എന്ന പേര് നൽകിയത് ലാവോസിയ ആണ്. 58-ാമത്തെ ചോദ്യം, കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ജോഡി കണ്ടെത്തുക. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ജോഡി കണ്ടെത്തുക. ഒന്നാമത്തത് പമ്പ പുളിച്ചിമല, 2 ചാലക്കുടിപ്പുഴ ആനമല, 3 അച്ചൻകോവിലാർ പമ്പാ നദി. ഇതിൽ ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തേത് തെറ്റായിട്ടുള്ളതാണ്. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ ജോഡി ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ്. അപ്പം ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്തത് 59-ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുടെ ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത് ഏത്? 1. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി ചാലക്കുടിപ്പുഴ, കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി നദി, ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പാ നദി. ഇതിൽ തന്നിട്ടുള്ള പട്ടികയിൽ ശരിയായിട്ടുള്ള ജലവൈദ്യുത പദ്ധതിയും അതുമായി ബന്ധപ്പെട്ട നദിയും ഏതാണ്? ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അതാണ് നമ്മുടെ ഉത്തരം. അടുത്തത് 60-ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. സൈലന്റ് വാലി ദേശീയോദ്യാനം, ശെന്തുരുണി വന്യജീവി സങ്കേതം, ഇരവികുളം വന്യജീവി സങ്കേതം, നെയ്യാർ ദേശീയോദ്യാനം. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉമാണ് തെറ്റായിട്ട് ഉള്ളത്. 3ഉം 4ഉമാണ് തെറ്റായ ജോഡിയായിട്ട് വരുന്നത്. അടുത്തത് നമുക്ക് 61-ാമത്തെ ചോദ്യമാണ്. അടുത്തത് 61-ാമത്തെ ചോദ്യമാണ്. കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ് താഴെ നൽകിയിട്ടുള്ളത്. ശരിയായവ കണ്ടെത്തുക. 1. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി, 2. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം ആലപ്പുഴ, 3. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം. ഇതിൽ ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ജോഡികൾ. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം. ഇത് രണ്ടുമാണ് ശരിയായ ജോഡി. അടുത്തത് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാണിത്വത്തെ 10,000-ൽ അധികം പേർ ഒപ്പിട്ട ഭീമഹർജി രാജാവിന് സമർപ്പിച്ചു. 2. ഡോക്ടർ പൽപ്പുവാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. 3. 1891-ലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഇതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഏതൊക്കെയാണ്? ഒന്നാമത്തത് തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമഹർജി രാജാവിന് സമർപ്പിച്ചു. ഇത്. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രസ്താവനയായ 1891-ലാണ് മലയാളി മെമ്മോറിയൽ സ്ഥാപിച്ചത്. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ. അടുത്ത 63-ാമത്തെ ചോദ്യമാണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. കുഞ്ഞമ്പു നായർ, ചീരുക്കണ്ടൻ, KCS മാണി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ശരിയായ ഉത്തരം. 64-ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തവയിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്തവ തിരഞ്ഞെടുക്കുക. 1. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, 2. വാഗൺ ട്രാജഡി, 3. 1919 ഏപ്രിൽ 13, 4. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാരായിരുന്നു. 64-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരിയായ ഉത്തരം. അടുത്തത് 65-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 1. കയ്യൂർ ലഹള, 2. മലബാർ ലഹള, 3. ഉപ്പ് സത്യാഗ്രഹം, 4. ചാന്നാർ ലഹള. 65-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്.
ചാന്നാർ ലഹള. 66-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. 2. ഒരാറ്റത്തിലെ ന്യൂക്ലിയസുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ. 3. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. 4. ഒരേ ആറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഇതിൽ 66-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്തത് 67-ാമത്തെ ചോദ്യം, ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതെല്ലാമാണ്? ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മോസ്ലി ആണ്. 2. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീവ് ആണ്. 3. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. 4. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. 67-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. 68-ാമത്തെ ചോദ്യമാണ് അടുത്തത്. കേരളത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കേരളത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കബനി. പമ്പ നദിയുടെ നീളം എത്ര കിലോമീറ്റർ ആണ്? പമ്പ നദിയുടെ നീളം എത്ര കിലോമീറ്റർ ആണ്? 176 കിലോമീറ്റർ. 70-ാമത്തെ ചോദ്യം, പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏതു നദിക്കരയിലാണ്? ഓപ്ഷൻ സി പമ്പ. 71-ാമത്തെ ചോദ്യം, തൂതപ്പുഴ ഏതു നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഭാരതപ്പുഴ. ഓപ്ഷൻ ബി ഭാരതപ്പുഴ. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി? വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി? ഉത്തരം ഓപ്ഷൻ ബി കോരപ്പുഴ. അടുത്തത് 73-ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി? ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ചാലക്കുടി പുഴ. ഓപ്ഷൻ സി ചാലക്കുടി പുഴ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം? കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം? ഓപ്ഷൻ എ ചാലിയാർ. ഓപ്ഷൻ എ ചാലിയാർ. 75-ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരമായ കന്നിമരം സ്ഥിതി ചെയ്യുന്ന പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം ഓപ്ഷൻ എ പാലക്കാട്. ഓപ്ഷൻ എ പാലക്കാട്. പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം? പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം? ഓപ്ഷൻ ബി 925. അടുത്തത് 77-ാമത്തെ ചോദ്യം, തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം? ഓപ്ഷൻ സി പറമ്പിക്കുളം. ഓപ്ഷൻ സി പറമ്പിക്കുളം. 78-ാമത്തെ ചോദ്യം, കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത്? കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത്? ഓപ്ഷൻ സി പാമ്പാടും ചോല. 79-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം? ഓപ്ഷൻ ബി ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഇരവികുളം. 80-ാമത്തെ ചോദ്യം, കേരളത്തിൽ വൈദ്യുത ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ജലവൈദ്യുത പദ്ധതി? കേരളത്തിൽ വൈദ്യുത ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ജലവൈദ്യുത പദ്ധതി? ഉത്തരം ഓപ്ഷൻ ബി ശബരിഗിരി. 81-ാമത്തെ ചോദ്യം, കേരളത്തിൽ വൈദ്യുതി വിതരണം നടക്കുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ? കേരളത്തിൽ വൈദ്യുത വിതരണം നടക്കുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ? ഉത്തരം ഓപ്ഷൻ ബി തൃശൂർ. 82-ാമത്തെ ചോദ്യം, ജലസേചന പദ്ധതി അല്ലാത്തത് 7? താഴെ കൊടുത്തിട്ടുള്ളതിൽ ജലസേചന പദ്ധതി അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഷോളയാർ. 83-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. അടുത്തത് 84-ാമത്തെ ചോദ്യമാണ്, ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി? ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി? ഉത്തരം ഓപ്ഷൻ സി കെ എം ബീനാമോൾ. ഓപ്ഷൻ സി കെ എം ബീനാമോൾ. 85-ാമത്തെ ചോദ്യം, കേരള കായിക ദിനം? കേരള കായിക ദിനം? ഉത്തരം ഓപ്ഷൻ എ ഒക്ടോബർ 13. 86-ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം? കേരളത്തിൽ ആദ്യമായി ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം? ഓപ്ഷൻ എ 1988. ഓപ്ഷൻ എ 1988. 87-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം? കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം? ഓപ്ഷൻ എ കുമ്പളങ്ങി. ഓപ്ഷൻ എ കുമ്പളങ്ങി. 88-ാമത്തെ ചോദ്യം,
കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. 89ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി. താഴെ പറയുന്നവയിൽ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി. ഓപ്ഷൻ ബി ഭവാനി. അടുത്തത് 90ാമത്തെ ചോദ്യമാണ്. മാമാങ്കം നടന്നിരുന്നത് ഏതു നദിയുടെ തീരത്താണ്? മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഓപ്ഷൻ ഡി ഭാരതപ്പുഴ. 91ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ജില്ല. ഓപ്ഷൻ എ വയനാട്. അടുത്ത ചോദ്യം, ആലുവ ഏതു നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആലുവ ഏതു നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ പെരിയാർ. അടുത്തത് 93ാമത്തെ ചോദ്യമാണ്. കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല. ഓപ്ഷൻ ഡി തിരുവനന്തപുരം. കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. 94ാമത്തെ ചോദ്യം, എത്തനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. എത്തനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി അസറ്റിക് ആസിഡ്. ഓപ്ഷൻ ബി അസറ്റിക് ആസിഡ്. 95ാമത്തെ ചോദ്യം, റബ്ബറിന് കാഠിന്യം കൂടുന്ന വൾക്കനൈസേഷൻ എന്ന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന രാസവസ്തു. റബ്ബറിന് കാഠിന്യം കൂട്ടുന്ന വൾക്കനൈസേഷൻ എന്ന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന രാസവസ്തു. ഉത്തരം ഓപ്ഷൻ ബി സൾഫർ. ഓപ്ഷൻ ബി സൾഫർ ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി സൾഫർ. അടുത്തത് 96ാമത്തെ ചോദ്യം, തെറ്റായവ കണ്ടെത്തുക. അലർജിക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആന്റി ഹിസ്റ്റാമിൻ. 2. വിരയിളക്കാനുള്ള ഔഷധം ആന്റി ഹെൽമിത്ത്. ഓപ്ഷൻ 3 വേദന സംഹാരി അനാൽജനിക്സ്. 4 ശരീര താപനില കുറയ്ക്കുന്നത് ആന്റിസെപ്റ്റിക്. ഇതിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 4ാമത്തേതാണ് തെറ്റായിട്ടുള്ളത്. ഈ ഒരു പ്രസ്താവനയാണ് ഇവിടെ തെറ്റായി തന്നിട്ടുള്ളത്. അടുത്തത് 97ാമത്തെ ചോദ്യം, തെറ്റായ ജോഡികൾ കണ്ടെത്തുക. 1 പ്രകൃതിദത്തമായ സ്വാഭാവിക റബ്ബർ ഐസോപ്രീൻ. 2 വുഡ് സ്പിരിറ്റ് മെത്തനോൾ. 3 കൃത്രിമ പട്ട് നൈലോൺ. 4 ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് പോളിത്തീൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉമാണ് തെറ്റായ ജോഡികൾ. 3ഉം 4ഉമാണ് തെറ്റായ ജോഡികൾ. അടുത്തത് 98ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക എന്നതാണ്. അതിൽ പാർട്ട് എയിൽ തന്നിട്ടുള്ളത് കാഫീൻ, ക്യാപ്സിൻ, പെപ്പറിൻ, കുക്കുമിൻ. അതിൽ ബി പാർട്ടിൽ തന്നിട്ടുള്ളത് കാപ്പി, കുരുമുളക്, മഞ്ഞൾ, മുളക്. ഇതിൽ തെറ്റായ ശരിയായ ജോഡികൾ കണ്ടെത്തി ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തേത് എന്താണ്? ക്യാഫീൻ. ക്യാഫീൻ എന്താണ്? കാപ്പി തന്നെയാണ്. അപ്പം 1ന് നേരെ കാപ്പി എന്ന് വരുന്നു. അടുത്തത് എന്താണ്? ക്യാപ്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപ്സിൻ എന്ന് പറഞ്ഞാൽ മുളകാണ്. ക്യാപ്സിൻ, ക്യാപ്സിക്കം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ക്യാപ്സിൻ മുളക്. ഇനി മൂന്നാമത്തേത് പെപ്പറിൻ. പെപ്പറിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുരുമുളകാണ്. പെപ്പറിൻ കുരുമുളകാണ്. 2ന് നേരെ വരുന്നു. അടുത്തത് കുക്കുമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞളാണ്. നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. ഇനി 99ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദ്യം. 1 വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക ഉപയോഗിച്ച രാസായുധമാണ് ഏജന്റ് ഓറഞ്ച്. 2 വെളുത്ത വസ്ത്രങ്ങളിൽ വിയർപ്പ് മൂലം മഞ്ഞ നിറം പിടിക്കാനുള്ള കാരണം സോഡിയത്തിന്റെ സാന്നിധ്യമാണ്. 3 വസ്തുക്കൾക്ക് നിറം പകരാനായി ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത ഡൈ ആണ് അലിസാരിൻ. 4 റബ്ബറിന് കാഠിന്യം കൂട്ടാൻ നൈട്രജൻ ചേർക്കുന്ന പ്രക്രിയയാണ് വൾക്കനൈസേഷൻ. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 1ഉം 3ഉം. അടുത്തത് ഇന്നത്തെ എക്സാമിൻ്റെ 100ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ചില ഭൗതിക അളവുകളും അവയുടെ യൂണിറ്റുകളുമാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ ആദ്യത്തേത് സ്ഥാനാന്തരം മീറ്റർ, പൊട്ടൻഷ്യൽ വ്യത്യാസം ആംബിയർ, റെസിസ്റ്റിവിറ്റി ഓം, ബലം ന്യൂട്ടൺ, ശബ്ദ തീവ്രത ആംപ്ലിറ്റ്യൂഡ്. ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ എയിൽ പറയുന്നവയൊക്കെയാണ്. ഏതൊക്കെയാണ്? 2ഉം 3ഉം 5ഉമാണ് തെറ്റായവ. 2, 3, 5 ഇവ ഇത്രയുമാണ് തെറ്റായ ജോഡികളായിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ 100 ചോദ്യോത്തരങ്ങളാണ് പഠിച്ചത്.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഭാഗവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ 100 ചോദ്യങ്ങളും. നിങ്ങൾക്ക് വരാനിരിക്കുന്ന എക്സാമിനെ ബേസ് ചെയ്ത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണിത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.